നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രധാനമായും നഴ്സുമാരുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയുന്നു. 27ഓളം നഴ്സുമാർക്ക് ആജീവനാന്തം വിലക്ക് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ എന്തൊക്കെയാണ്. ഈ മാസം 28-ന് നബിദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ അവധി ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന UAE-യിലെ താമസക്കാർക്ക് അടുത്ത വർഷത്തെ യാത്രകളും അവധിക്കാലങ്ങളും നേരത്തെ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ 2027-ലെ പൊതു അവധികളുടെ ഏകദേശ തീയതികൾ വ്യക്തമായി. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് വിധേയമാണെങ്കിലും അവധി ദിവസങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നത് വിമാന ടിക്കറ്റ്, ഹോട്ടൽ, യാത്രാ പദ്ധതികൾ എന്നിവ തയ്യാറാക്കാൻ സഹായിക്കും. 2025-ന്റെ തുടക്കത്തിൽ പ്രാബല്യത്തിൽ വന്ന ചട്ടങ്ങൾ പ്രകാരം ആഴ്ചയുടെ മധ്യത്തിൽ വരുന്ന ചില പൊതു അവധികൾ UAE മന്ത്രിസഭയ്ക്ക് ആഴ്ചയുടെ തുടക്കത്തിലേക്കോ അവസാനത്തിലേക്കോ മാറ്റാൻ കഴിയും. ഇതുവഴി തുടർച്ചയായ കൂടുതൽ അവധി ദിനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ഈ സൗകര്യം എല്ലാ അവധികൾക്കും ബാധകമല്ല. പൊതു അവധി മറ്റൊരു പൊതു അവധിയുമായി ഒരേ ദിവസം വന്നാൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാകില്ല എന്നതാണ് പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന്. ഔദ്യോഗിക വാരാന്ത്യമായ ശനി, ഞായർ ദിവസങ്ങളിൽ വരുന്ന അവധികളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ കഴിയില്ല. 2027-ലെ ആദ്യ അവധി ജനുവരി 1-ന്, 2027-ലെ ആദ്യ പൊതു അവധി പുതുവത്സര ദിനമായ ജനുവരി 1-നാണ്. വെള്ളിയാഴ്ചയായതിനാൽ ശനി, ഞായർ ദിവസങ്ങളുമായി ചേർന്ന് 3 ദിവസത്തെ തുടർച്ചയായ ഇടവേള ലഭിക്കും. ജനുവരി 4-ന് തിങ്കളാഴ്ചയാണ് പുതുവർഷത്തിലെ ആദ്യ പ്രവൃത്തി ദിനം. 2026-ലെ ആദ്യ പൊതു അവധി പുതുവത്സര ദിനമായ ജനുവരി 1-നാണ് എന്ന് വ്യക്തമാകുന്നു. മാത്രവുമല്ല, ഈ പ്രവൃത്തി ദിനം കൂടി അവധിയെടുത്താൽ തുടർച്ചയായ 10 ദിവസത്തെ ഇടവേള സ്വന്തമാക്കാൻ സാധിക്കും. അറഫ ദിനം, ബലിപെരുന്നാളും മെയ്യിൽ 2027 അറഫ ദിനവും ബലിപെരുന്നാളും മെയ്യിലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം മെയ് 15 ശനി മുതൽ 18 വരെ പൊതു അവധിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 4 ദിവസത്തെ പൊതു അവധിയായിരിക്കും കിട്ടാൻ സാധ്യത. എന്നാൽ തീയതികൾ ദുൽഹജ് മാസത്തിലെ ചന്ദ്രപ്പിറവി ദർശനത്തെ ആശ്രയിച്ചിരിക്കും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. ഇതൊക്കെ എന്തിനാ ഇത്ര നേരത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നേരത്തെ അവധിയെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും പണം കുറഞ്ഞിരിക്കുമല്ലോ. അടുത്ത വർഷമാകുമ്പോൾ ഇതിന്റെ ഇരട്ടി ചാർജൊക്കെ തന്നെ ടിക്കറ്റിന് വന്നേക്കാം എന്നൊരു ഭയവും എല്ലാവർക്കും ഉണ്ട്. എന്തായാലും 2027 അറഫ ദിനം ബലിപെരുന്നാളും മെയ്യിലാണ്. എന്തായാലും ആ മെയ് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഇത്തരത്തിലൊരു അവധി ആസൂത്രണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നോക്കേണ്ടത് മറ്റ് അവധികളാണ്. ഹിജറ അവധി എപ്പോഴാണെന്ന് നോക്കാം. മുഹറം 1-നാണ് ഹിജറ പുതുവർഷ അവധി വരുന്നത്. 2027 ജൂൺ 6 ഞായറാഴ്ചയായിരിക്കും നിലവിലെ കണക്കനുസരിച്ച് അവധി. എന്നാൽ ചന്ദ്രപ്പിറവി ദർശനത്തെ ആശ്രയിച്ചിരിക്കും അന്തിമ തീയതി പ്രഖ്യാപിക്കുക. മുഹറം 1-നാണ് ഹിജ്റ പുതുവർഷം ആചരിക്കുന്നത്. ഇസ്ലാമിക കലണ്ടർ ചന്ദ്രന്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ഓരോ വർഷവും ഗ്രിഗോറിയൻ കലണ്ടറിലെ തീയതിയിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം അവധികളുടെ തീയതികൾ മുൻകൂട്ടി കണക്കാക്കുന്നതും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ഓഗസ്റ്റ് 14-ന് പ്രവാചക ജന്മദിനം, UAE ദേശീയ ദിനം ഡിസംബർ 2-നും 3-നും. 2027-ൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ഓഗസ്റ്റ് 14 ശനിയാഴ്ചയായിരിക്കുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. റബിയുൽ അവൽ 12-നാണ് ജന്മദിനം ആചരിക്കുന്നത്. തീയതിയും ചന്ദ്രപ്പിറവി ദർശനത്തെ ആശ്രയിച്ചായിരിക്കും സ്ഥിരീകരിക്കുക. UAE-യുടെ 56-ാം ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ പൊതു അവധി ഡിസംബർ 2-നും 3-നുമാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴം, വെള്ളി ദിവസങ്ങളായതിനാൽ ശനി, ഞായർ ദിവസങ്ങളുമായി ചേർന്ന് തുടർച്ചയായ 4 ദിവസത്തെ അവധി ലഭിക്കും. ഡിസംബർ 1-ന് ബുധനാഴ്ച അവധിയെടുത്താൽ 5 ദിവസത്തെ തുടർച്ചയായ ഇടവേളയായി ഇത് നീട്ടാനും കഴിയും. അവധി ദിനങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ ആനുകൂല്യങ്ങൾ UAE തൊഴിൽ നിയമപ്രകാരം ജീവനക്കാർക്ക് ഔദ്യോഗിക പൊതു അവധികളിൽ ശമ്പളത്തോടുള്ള അവധിക്ക് അവകാശമുണ്ട്. എന്നാൽ പ്രവർത്തന ആവശ്യങ്ങൾ പരിഗണിച്ച് ചില ജീവനക്കാരോട് അവധി ദിവസങ്ങളിലും ജോലി ചെയ്യാൻ തൊഴിലുടമ ആവശ്യപ്പെടാം. ഇത്തരം സാഹചര്യത്തിൽ നിയമപ്രകാരം ജീവനക്കാരന് പകരം അവധി നൽകുകയോ സാധാരണ പ്രവൃത്തി ദിനത്തിലെ വേതനത്തിനൊപ്പം അവധി ദിനത്തിൽ ചെയ്ത ജോലിക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ കുറഞ്ഞത് 50% അധികമായി നൽകുകയോ ചെയ്യേണ്ടതാണ്. 2027-ലെ യാത്രകളും കുടുംബ അവധികളും നേരത്തെ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ തീയതികൾ പ്രത്യേക പ്രയോജനകരമാണ്. അവധി ദിവസങ്ങളോട് ചേർന്ന് ലഭിക്കുന്ന വാരാന്ത്യങ്ങളും വ്യക്തിഗത അവധികളും കൃത്യമായി കൂട്ടിച്ചേർത്താൽ കുറച്ച് അവധി ദിനങ്ങൾ ഉപയോഗിച്ച് തന്നെ കൂടുതൽ നീണ്ട ഇടവേളകൾ സ്വന്തമാക്കാം. വിമാന ടിക്കറ്റുകളും ഹോട്ടൽ മുറികളും നേരത്തെ ബുക്ക് ചെയ്യുന്നതിലൂടെ ചെലവ് കുറയ്ക്കാനും മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കാനും സാധിക്കും. എങ്കിലും ചന്ദ്രപ്പിറവി ദർശനത്തെ ആശ്രയിക്കുന്ന അവധികളുടെ കാര്യത്തിൽ മുകളിലെ തീയതികളെല്ലാം പ്രതീക്ഷിക്കുന്ന തീയതികളിലായി മാത്രം കാണാം. ഔദ്യോഗിക പ്രഖ്യാപനമാണ് അന്തിമമായി പരിഗണിക്കേണ്ടത്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള ലൈസൻസിനായി വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച 27 ആരോഗ്യ പ്രവർത്തകർക്ക് ഖത്തർ ആജീവാനന്ദ വിലക്ക് ഏർപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്.
ഈ വർഷം ആദ്യം 6 മാസത്തിനിടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരെ കണ്ടെത്തിയത്. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആരോഗ്യ പ്രൊഫഷൻസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ സഅദ് അൽ കാബി ആണ് നടപടി സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ, ലൈസൻസിംഗ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതകളും പ്രവൃത്തി പരിചയവും പരിശോധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപേക്ഷകരുടെ പ്രാഥമിക പരിശോധനയിലൂടെ വ്യാജരേഖകൾ ലൈസൻസ് അനുവദിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രേഖകൾ വിദഗ്ധ സ്ഥാപനങ്ങളിലൂടെ പരിശോധിക്കും. അപേക്ഷകർ സമർപ്പിക്കുന്ന അക്കാദമിക് യോഗ്യതകളും പ്രൊഫഷണൽ പ്രവൃത്തി പരിചയവും പ്രത്യേക സ്ഥാപനങ്ങളിലൂടെ സഹകരണത്തോടെയാണ് പരിശോധിക്കുന്നത്. രേഖകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥമാണോ എന്ന് ഉറപ്പാക്കുന്നത് പരിശോധനയുടെ ലക്ഷ്യമാണ്. രാജ്യാന്തര ആരോഗ്യ പ്രവർത്തകരെ ലൈസൻസ് നൽകുന്ന നടപടികളിൽ ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നതിൽ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു. യോഗ്യതയുള്ളവർക്ക് മാത്രമേ രാജ്യത്ത് സുരക്ഷിതവും നിലവാരമുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ നൽകാൻ അനുമതി ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനിടെ ഖത്തർ ആരോഗ്യ സേവന സംവിധാനത്തിലൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ പ്രത്യേക ഹെൽത്ത് കാർഡ് ഇനി നിർബന്ധമല്ല. ആരോഗ്യ നമ്പർ ഖത്തർ ഐഡന്റിറ്റി കാർഡായ QIDയിൽ തന്നെ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് സംവിധാനം മാറ്റിയിട്ടുണ്ട്. ഏപ്രിലാണ് പൊതുജനാരോഗ്യ മന്ത്രി മൻസൂർ ബിൻ ഇബ്രാഹിം അൽ മഹൂദ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത്. ഖത്തറിലെ ആരോഗ്യ മേഖലയിൽ നഴ്സുമാരടക്കമുള്ളവരിൽ വലിയൊരു ശതമാനവും മലയാളികളാണ്. UAEയിലെ യുവജനങ്ങളുടെ കഴിവിലും നേതൃത്വശേഷിയിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിൽ യുവാക്കൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും പുതുമയും നേതൃത്വവും ഏറ്റെടുത്ത് അവർ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് ഷെയ്ഖ് മുഹമ്മദ് യുവജനങ്ങളോടുള്ള UAEയുടെ നിലപാട് വ്യക്തമാക്കിയത്. യുവജനങ്ങളുടെ സംഭാവനകളിൽ അഭിമാനമുണ്ടെന്നും രാജ്യത്തിന്റെ വികസനത്തിന് അവരുടെ പ്രതിബദ്ധതയും കഴിവുകളും വലിയ കരുത്താണെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. എല്ലാവർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഭാവി സൃഷ്ടിക്കുന്നതിൽ യുവാക്കളുടെ ആശയങ്ങളും നേതൃത്വവും നിർണായകമാണെന്നും അബുദാബി ഭരണാധികാരി കൂടിയായ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കൾ നൽകി വരുന്ന സംഭാവനകളിൽ അഭിമാനിക്കുന്നു. അവരുടെ കഴിവിൽ ആഴത്തിലുള്ള വിശ്വാസം തുടരുന്നുമുണ്ട്. പുതുമ സ്വീകരിക്കുകയും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന യുവജനങ്ങൾ എല്ലാവർക്കും അവസരങ്ങൾ വർദ്ധിക്കുന്ന ഭാവിയിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ കേന്ദ്രസ്ഥാനത്താണ്. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നത് UAE തുടർന്നും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. യുവജനങ്ങളിലുള്ള നിക്ഷേപം UAEയുടെ മാത്രം പുരോഗതിക്കല്ല, ലോകത്തിന്റെ പൊതുവായ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ദീർഘകാല നിക്ഷേപമാണ്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.